ഇത് നമുക്കൊരു കിടിലൻ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലെ ചക്കക്കുരു കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പരിപ്പുവട പോലും തോറ്റുപോകും ഈ ചക്കക്കുരുവടയുടെ മുമ്പിൽ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതെന്ന്. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി. വേവിച്ച ചക്കക്കുരു ഞാനിവിടെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചക്കക്കുരു നല്ല പോലെ വേവിച്ചിട്ട് ഉടച്ചിട്ടിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് വടയുടെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ വടയുടെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ജസ്റ്റ് ഒരു ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരിപ്പ് വടയുടെ ഷേപ്പിലാക്കിയെടുത്തേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത അളവിൽ. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അധികം സമയമൊന്നും വേണ്ട. പിന്നെ ആൾറെഡി ചക്കക്കുരു ഒക്കെ വെന്തതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ചക്കക്കുരു ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു ആണെന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാനും ആദ്യം വിചാരിച്ചു ചക്കക്കുരു കൊണ്ടൊക്കെ സ്നാക്ക് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണെന്ന്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇപ്പോൾ ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള കിടില സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് മതി സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ വീട്ടിൽ ചായ തിളക്കുന്ന സമയം മതി, അപ്പോഴേക്കും നമ്മുടെ സ്നാക്കും റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്